ലോകവിപണിയിൽ വളരെയേറെ വ്യാപാര മൂല്യമുള്ള ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനമായ കർണാടക, കേരള, തമിഴ്നാട് പോലുള്ള ഈർപ്പമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വീട്ടുചെടിയായും വാണിജ്യാടിസ്ഥാനത്തിലും യഥേഷ്ടം കൃഷി ചെയ്യാൻ കഴിയുന്ന നമുക്ക് ഏവർക്കും സുപരിചിതമായ പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, പാഷൻ ഫ്രൂട്ട് ഒരു അത്ഭുത പഴം തന്നെയാണ്. ഈ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാസിഫ്ലോറ എഡോളിസ് എന്നറിയപ്പെടുന്ന പാഷൻ ഫ്രൂട്ട് പാസിഫ്ലോറസി കുടുംബത്തിൽപ്പെടുന്ന ഒരു ഉഷ്ണമേഖലാ ഫലമാണ്. ഇതിൻ്റെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. എന്നാൽ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഉഷ്ണമേഖല അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്ന 12 ജനുസുകളും 500-ലധികം ഇനങ്ങളും അടങ്ങിയ കുടുംബത്തിൽപ്പെട്ടതാണ് പാഷൻ ഫ്രൂട്ട്. പ്രധാന ജനുസായ പാസിഫ്ലോറയിൽ ഏകദേശം 400 അറിയപ്പെടുന്ന സ്പീഷീസുകളുണ്ട്. അവയിൽ 50 മുതൽ 60 എണ്ണത്തിൽ മാത്രമാണ് ഭക്ഷ്യയോഗ്യമായ പഴങ്ങൾ കായ്ക്കുന്നത്. എന്നാൽ ഇതിൽ ചിലതിനു മാത്രമേ വാണിജ്യ പ്രാധാന്യവുമുള്ളൂ. ഇവയിൽ പലതും തെക്കൻ മധ്യ അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിലെ പ്രാദേശിക വിപണിയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇതിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം പ്രധാനമായും 2 ഇനങ്ങളിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒന്ന് പർപ്പിൾ ഇനമായ പാസിഫ്ലോറ എഡ്യൂലിസിൻസ്, 2 മഞ്ഞ നിറമായ പാസിഫ്ലോറ എഡ്യൂലിസ് എഫ്. ഈ 2 തരങ്ങളെയും സ്പാനിഷിൽ ഗ്രാനഡില്ല, പാർച്ച അല്ലെങ്കിൽ പാർച്ചിത എന്നും, പോർച്ചുഗലിൽ മാരകുജ എന്നും, ഹവായ് ഭാഷയിൽ ലിലിക്കോയ് എന്നും വിളിക്കപ്പെടുന്നു. ചർമ്മത്തിന്റെ നിറം മാറുന്നതോടൊപ്പം തന്നെ മഞ്ഞ, പർപ്പിൾ പാഷൻ ഫ്രൂട്ടുകൾ സ്വാദിലും ഗുണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പർപ്പിൾ സ്പീഷീസ് തണുപ്പിനെ കൂടുതൽ പ്രതിരോധിക്കും. അത് പുളി കുറവും നല്ല സുഗന്ധവും സ്വാദുമുള്ളതായി കാണപ്പെടുന്നു. മഞ്ഞ നിറത്തിലുള്ളവ അതിവേഗത്തിൽ വളരുകയും മണ്ണിലെ കീടങ്ങളോട് വളരെയേറെ പ്രതിരോധ ശേഷിയുള്ളതുമാണ്. അതിന് കൂടുതൽ കരുത്തുള്ള വള്ളികളും അതോടൊപ്പം കൂടുതൽ നാൾ വിളവും നൽകാൻ കഴിവുള്ളതാണ്. ഇതിന്റെ പഴങ്ങൾ കൂടുതൽ വലിപ്പമുള്ളതും പുളിപ്പും അധിക വിളയും നൽകുന്നതാണ്. എന്നാൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു സവിശേഷ ഇനം കൂടി ഇതിൽപ്പെടുന്നുണ്ട്. അതായത് സാധാരണയായി നാം ആകാശവള്ളരി എന്ന് പറയുന്ന മറ്റൊരു ഇനം. ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നത്. സ്വീറ്റ് ഗ്രാൻഡിലെ അല്ലെങ്കിൽ വാട്ടർ മെലൺ എന്നറിയപ്പെടുന്ന ഇത് മെക്സിക്കോയിലെയും മധ്യ അമേരിക്കയിലും മലനിരകളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ തുടർന്ന് വരുന്ന വീഡിയോകളിൽ വിശദീകരിക്കാം. തെക്കേ അമേരിക്കയിലും വടക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഉത്ഭവിച്ച ഒരു വള്ളിച്ചെടിയാണ് പാഷൻ ഫ്രൂട്ട്. എങ്കിലും അർജന്റീന, ഓസ്ട്രിയ, ബ്രസീൽ, ഇന്ത്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ഇന്നത് സമൃദ്ധമാണ്. ഇതിന്റെ അന്തർദേശീയവും പ്രാദേശികവുമായ ഉൽപാദനവും വിപണനവും തുടർന്ന് വരുന്ന എപ്പിസോഡിൽ വിശദമായി പ്രതിപാദിക്കുന്നതാണ്. ഉഷ്ണമേഖല അമേരിക്ക വംശജരുടെ ഏറ്റവും അറിയപ്പെടുന്നതും വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന പഴങ്ങളിലൊന്നുമാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ ഉടനീളം ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഇന്ന് അതിൻ്റെ ജനിതകമാറ്റം സംഭവിച്ച നിരവധി ഇനങ്ങൾ നിലവിലുണ്ട്. പൂക്കളുടെ മധ്യഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന കളങ്കങ്ങളുടെ കുരിശു പോലുള്ള ഘടനയിൽ നിന്നും ക്രിസ്തുവിൻ്റെ മുള്ളിൻ്റെ കിരീടത്തോട് ഉപമിച്ച് കൊറോണയുടെ വളയത്തിൽ നിന്നാണ് ഇന്ന് നാം പറയുന്ന പാഷൻ ഫ്ലവർ എന്ന പേര് ഇതിന് ലഭിച്ചത്. ഈ ചെടിയിൽ സാധാരണയായി ചൂടുള്ള സീസണുകളിലാണ് പൂവുണ്ടാകുന്നത്. ഇത് കാലാവസ്ഥയെയും സ്ഥലത്തെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടാം. താരതമ്യേന സ്ഥിരമായ താപനിലയുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പാഷൻ ഫ്രൂട്ട് ചെടികൾ വർഷം മുഴുവൻ പൂക്കാറുണ്ട്. എന്നാൽ മിതോഷ്ണ കാലാവസ്ഥയിൽ ഇത് സാധാരണയായി പൂവിടുന്നത് വസന്തകാലത്തും വേനൽക്കാലത്തും ചൂടുള്ള മാസങ്ങളിലുമാണ്. ഇതൊക്കെ പറയുമ്പോഴും കൃത്യമായ പൂക്കാലം, പകൽ ദൈർഘ്യം, താപനില, മഴയുടെ പാറ്റേൺ തുടങ്ങിയ ഘടകങ്ങളെല്ലാം വ്യത്യാസപ്പെടാം. പാഷൻ ഫ്രൂട്ട് ഒരു വള്ളിച്ചെടിയാണ്. മരത്തിന്റെ വളരെ ഉയരത്തിൽ വരെ ഇതിന് എത്താൻ കഴിയും. ഇലകൾ ഒന്നിടവിട്ട് കാണപ്പെടുന്ന ഒരു നിത്യഹരിത ചെടി കൂടിയാണിത്. 7.5 മുതൽ 20 സെന്റിമീറ്റർ വരെ നീളമുള്ള നല്ല പച്ച നിറത്തിൽ തിളങ്ങുന്ന അരികുകൾ പല്ലുപോലെ കാണപ്പെടുന്ന, മൂപ്പെത്തിയാൽ ആഴത്തിൽ 3 ഭാഗങ്ങളുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഇതിന്റെ മുകൾ ഭാഗം നല്ല പച്ച നിറമുള്ളതും താഴ്ഭാഗം മങ്ങിയ പച്ച നിറവുമാണ്. ഇതിന്റെ തണ്ടുകൾ ചുവപ്പ് മുതൽ ധ്രുവനൂൽ വരെ കലർന്നതാണ്. ചിലത് മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു. ഇതിൽ നിന്നും പുതിയതായി വളർന്നു വരുന്ന ഓരോ തണ്ടിന്റെ നോഡിൽ നിന്നും 5 മുതൽ 7.5 സെന്റിമീറ്റർ വരെ വീതിയുള്ള സുഗന്ധമുള്ള പൂക്കൾ വിരിയുന്നു.
ഈ പൂക്കൾക്ക് 3 വലിയ പച്ച സഹപത്രങ്ങൾ പോലുള്ള ഇലകളും 5 പച്ച കലർന്ന വെള്ള വിതളങ്ങളും 5 വെളുത്ത ഇതളുകളും കൊറോള പോലുള്ള അരികുകളും ഉണ്ട്. ഈ പൂക്കളിൽ നിന്ന് വൃത്താകൃതിയിലുള്ളതോ ഓവൽ ആകൃതിയിലുള്ളതോ ആയ പഴങ്ങൾ ഉണ്ടാകുന്നു. ഇത് സാധാരണ 4 മുതൽ 8 സെന്റിമീറ്റർ വരെ വ്യാസമുള്ളതാണ്. ഇതിന് കട്ടിയുള്ളതും കടുപ്പമുള്ളതുമായ പുറംതൊലിയുണ്ട്. ഇത് മൂക്കുമ്പോൾ ഇനത്തിനനുസരിച്ച് ഇരുണ്ട പർപ്പിൾ മുതൽ മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് വരെ നിറത്തിലായിത്തീരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ധാരാളം ചെറിയ ഭക്ഷ്യയോഗ്യമായ വിത്തുകൾ അടങ്ങിയ മൃദുവായ സുഗന്ധമുള്ള പൾപ്പ് അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ പൾപ്പ് വളരെ സുഗന്ധമുള്ളതും മാധുര്യമുള്ളതുമാണ്. ഇത് ധാരാളം പോഷക സാന്ദ്രമാണ്. ഇതിൻ്റെ ഭക്ഷ്യ ഔഷധ ഗുണങ്ങൾ തുടർന്നു വരുന്ന എപ്പിസോഡിൽ പറയുന്നതാണ്. 6 മുതൽ 7 വരെ pH ലെവലുള്ള ചെറുതായി അസിഡിറ്റി ഉള്ളതും ന്യൂട്രലുമുള്ള നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. അതിന് നിങ്ങൾ മണൽ നിറഞ്ഞ പശുമരാശി മണ്ണ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഈ ചെടിക്ക് ഈർപ്പം നിലനിർത്തി ശരിയായ ഡ്രെയിനേജ് നൽകും. ഈ ചെടി തഴച്ചു വളരാനും നല്ല കായ്ഫലം ലഭിക്കാനും ദിവസേന 6 മുതൽ 8 മണിക്കൂറെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ആവശ്യമാണ്. ധാരാളം സൂര്യപ്രകാശം ഉള്ളിടത്ത് ഇത് വളർത്തുന്നത് ഇതിൻ്റെ നല്ല വളർച്ച, പൂവിടൽ, കായ്ഫലം എന്നിവ ഉറപ്പാക്കുന്നു. അതുപോലെ വരണ്ട പ്രദേശങ്ങളിൽ പതിവായി നനവും ആവശ്യമാണ്. പാഷൻ ഫ്രൂട്ട് ചെടിക്ക് വളപ്രയോഗം നടത്തുന്നത് ആരോഗ്യപരമായ വളർച്ചയ്ക്കും ഫലോൽപാദനത്തിനും അത്യന്താപേക്ഷിതമാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ഫലോൽപാദനം നടത്തുകയാണെങ്കിൽ മണ്ണിന്റെ പോഷക അളവും pHഉം നിർണ്ണയിക്കാൻ ഒരു മണ്ണു പരിശോധന നടത്തുന്നത് നല്ലതാണ്. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും അതിനനുസരിച്ച് വളപ്രയോഗ രീതി ക്രമീകരിക്കാനും നിങ്ങളെ ഇത് സഹായിക്കും. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സ്ഡായ NPK, അതുകൂടാതെ കാൽഷ്യം, മാഗ്നീഷ്യം, സൾഫർ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങൾ അടങ്ങിയ ഒരു സമീകൃത വളം തിരഞ്ഞെടുക്കുക. ഏകദേശം 8-4-8 അല്ലെങ്കിൽ സമാന അനുപാതത്തിലുള്ള NPK തിരഞ്ഞെടുക്കുക. സജീവമായി വളരുന്ന സീസണിലാണ് പാഷൻ ഫ്രൂട്ട് ചെടികൾക്ക് വളപ്രയോഗം നടത്തേണ്ടത്. ഇത് സാധാരണയായി വസന്തകാലത്തും വേനൽക്കാലത്തുമായിരിക്കും. പ്രവർത്തനരഹിതമായ കാലത്ത്, അതായത് കടുത്ത ചൂടോ തണുപ്പോ ഉള്ള സമയത്ത് വളപ്രയോഗം ഒഴിവാക്കുക. മുതിർന്ന ചെടികൾക്ക് വളരുന്ന സീസണിൽ 6-8 ആഴ്ചയിലൊരിക്കൽ വളപ്രയോഗം നടത്താം. ഇളം ചെടികളാണെങ്കിൽ, അതായത് കായ്ക്കുന്നതിന് മുൻപുള്ള ചെടികൾക്ക് 4-6 ആഴ്ചയിലൊരിക്കൽ വളം നൽകാം. വളം നൽകുമ്പോൾ ചെടിയും തണ്ടും ഇലകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. ചെടിയുടെ ഡ്രിപ്പ് ലൈനിന് ചുറ്റും വളം തുല്യമായി പ്രയോഗിക്കുക. പോഷകങ്ങൾ മണ്ണിലേക്ക് തുളച്ചു കയറാൻ സഹായിക്കുന്നതിന് വളം നൽകിയതിനു ശേഷം ചെടിയുടെ ചുവട് നന്നായി നനയ്ക്കുക. ഓർഗാനിക് വളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവ പദാർത്ഥങ്ങളോ നൽകാം. പാഷൻ ഫ്രൂട്ട് ചെടിയെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും ഇവയാണ്: പാഷൻ വൈൻ ഹോപ്പർ, മുഞ്ഞ, ചിലന്തിക്കാശ്, മെലിബഗുകൾ, ഫ്രൂട്ട് ഈച്ച, ഫംഗസ്, ബാക്ടീരിയ വാട്ടം, റൂട്ട് ചീയൽ, നിമാവിരകൾ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും ലെയറിങ്ങിലൂടെയും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. പാഷൻ ഫ്രൂട്ട് ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമൻ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.